മുഹമ്മദ് ഷാബാസിന്റെ മൃതദേഹം കെടവൂർ ജുമാ മസ്ജിദിൽ മദ്രസയിൽ എത്തിച്ചിരിക്കുകയാണ്. വീട്ടിൽ നിരവധി പേരാണ് ഒരു നോക്ക് കാണാൻ എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അധിക സമയം അനുവദിച്ചു. 4:30 സംസ്കാരം നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൃതദേഹം വീട്ടിൽ നിന്ന് ഇപ്പോൾ കെടവൂർ മദ്രസയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഖബറടക്കം നടക്കുക. രാവിലെ മുതൽ നിരവധി പേരാണ് ആ വീടിന് ചുറ്റുപാടും എത്തിക്കൊണ്ടിരുന്നത്. ഒന്നുകൂടി കാണുക, തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്ന ആ കുട്ടിയെ ഒരു നോക്കുകൂടെ കാണുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇപ്പോൾ എനിക്ക് തോന്നുന്നു 4:30 ഖബറടക്കം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് പ്രാർത്ഥനകളും ഒക്കെയുണ്ട്. പക്ഷെ വലിയൊരു ജനാവലി തന്നെയാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. മുഹമ്മദ് ഷാബാസിന്റെ മൃതദേഹം കിടവൂർ മദ്രസയിൽ പൊതുദർശനത്തിന് വച്ചു. നിരവധി പേർ അവിടെ എത്തി. വൈകിട്ട് കടവൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മദ്രസയ്ക്ക് പുറത്ത്, അവിടെ മദ്രസയ്ക്ക് അകത്താണ് പൊതുദർശനം നടക്കുന്നത്. പുറത്ത് മിഥില ബാലനുണ്ട്. മിഥില, ഇവിടെയും തറവാട്ട് വീട്ടിൽ കണ്ടതുപോലെ എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ കുറച്ചു പേർക്കാണ് തറവാട്ട് വീട്ടിൽ സൗകര്യം ഒരുക്കിയിരുന്നതെങ്കിലും പ്രതീക്ഷിച്ചതിലും ഒരുപാട് പേർ അവിടെ എത്തിയിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ ചടങ്ങുകൾ നടക്കുന്നു, അതിനൊപ്പം തന്നെ പൊതുദർശനവും നടക്കുന്നു. എത്ര മണിക്കാകും ഖബറടക്കം? വിവരങ്ങൾ പറയും. സ്മിത, എങ്ങനെ പറയണം ഈ നിമിഷം എന്നറിയില്ല. കാരണം അത്രയും സങ്കടം നിറഞ്ഞ ഒരു കാഴ്ചയാണ് ഈ മദ്രസയ്ക്ക് അകത്തും പുറത്തുനിന്നും കാണാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾ വീട്ടിൽ കണ്ടു, അതിനേക്കാളും എത്രയോ കൂടുതൽ ആളുകൾ അവനെ ഒരു നോക്ക് കാണാനായി, അവൻ്റെ കൂട്ടുകാരാണ്. ഉള്ളിൽ വിങ്ങി പൊട്ടി കരയുന്ന കൂട്ടുകാരെയാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു ഭാഗത്ത് അവൻ്റെ കൂട്ടുകാരികളുണ്ട്. അവരെല്ലാവരും, ഒരാളുടെ കണ്ണുപോലും ഇവിടെ നിറയാത്തതില്ല. അത്ര കണ്ട് സങ്കടം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച. വീട്ടിൽ കുറച്ചു പേർക്ക് മാത്രമായിരുന്നു അവനെ ഒരു നോക്ക് കാണാൻ അവസരം ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങൾ കാണാം. ഇവിടെയെല്ലാം ആളുകൾ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ ഒരു വരിയെല്ലാം അവനെ ഒരു നോക്ക് കാണുവാനായി കാത്തു നിൽക്കുന്ന അവൻ്റെ കൂട്ടുകാരാണ്, നാട്ടുകാരാണ്, അവനൊപ്പം പഠിച്ച ആളുകളുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവന് ഏറെ പ്രിയപ്പെട്ട ആളുകൾ, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഷാബാസിനെ ഒരു നോക്ക് കാണുവാനായി ഇവിടെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ്. ഇത് മദ്രസയ്ക്ക് പുറത്തു നിന്നുള്ള കാഴ്ചയാണ്. മദ്രസയ്ക്കകത്ത് ഇതുപോലെ തന്നെ ആളുകൾ അവനെ ഒരു നോക്ക് കാണാൻ എത്തിയിട്ടുണ്ട്. കണ്ടിറങ്ങുന്ന ആളുകൾ, ഇവിടെ കാത്തു നിൽക്കുന്ന ആളുകൾ, അവരുടെ എല്ലാം കണ്ണ് നിറഞ്ഞു ഒഴുകുകയാണ്. ആ ഒരു കാഴ്ച തന്നെയാണ് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. നിലവിൽ തീരുമാനിച്ച പ്രകാരം അതിലും വൈകും ഖബറടക്കം നടക്കാൻ. കാരണം അത്ര കണ്ട് ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ഈ വരിയിൽ നിൽക്കുകയാണ് അവനെ ഒരു നോക്ക് കാണുവാനായിട്ട്. ഖബറടക്കം ഈ ഒരു കടവൂർ മദ്രസയ്ക്ക് സമീപം തന്നെയാണ് കടവൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാൻ. അവിടെയാണ് ഇവനായുള്ള ഖബർ ഒരുങ്ങുന്നത്. ഈ ഒരു പൊതുദർശനത്തിന് ശേഷമായിരിക്കും അങ്ങോട്ട് അവൻ്റെ ചലനമറ്റ അദ്ദേഹം കൊണ്ടുപോവുക. രാവിലെ ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞതാണ്, രാവിലെ 6 മണി മുതൽ കണ്ടതാണ് ആ ഒരു വീട്ടിലെ ആ കൂട്ടുകാരുടെ, നാട്ടുകാരുടെ എല്ലാം അവനോടുള്ള സ്നേഹം. അവിടെ എത്തുന്ന ആളുകൾ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ വിങ്ങി പൊട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത്ര കണ്ട് അവർക്കെല്ലാം പ്രിയപ്പെട്ട ഒരാളാണ് ഷാബാസ്. അല്പസമയം മുമ്പ് നമ്മൾ ഒരു കുട്ടിയുടെ വാക്കുകൾ കേട്ടതാണ്, എന്തിനാണ് അവനെ കൊന്നത്, ഞങ്ങളില്ലേ അവന്. അത്തരത്തിൽ വിങ്ങി പൊട്ടി പറയുന്ന വാക്കുകളാണ് കേട്ടത്. എന്തുതന്നെയായാലും ഇപ്പോഴും പൊതുവെയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മദ്രസയ്ക്കകത്ത് നിന്ന് രാഹുൽ സുരേഷ് കൂടി ചേരുകയാണ്. രാഹുൽ, ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്, സഹപാഠികൾ ഉൾപ്പെടെ എത്തുന്നുണ്ട്. എത്രത്തോളം തിരക്കുണ്ട് ഇവിടെ? ഒപ്പം തന്നെ മദ്രസയ്ക്കകത്ത് നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച എങ്ങനെയാണ്? ഹൃദയഭേദകമാണ്. കൂട്ടുകാരൊക്കെ വിങ്ങിപ്പൊട്ടുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രവിധ വികാരനിർഭരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഇവിടം മുന്നോട്ട് പോകുന്നത്. നിലവിൽ കിടവൂർ മദ്രസയിലാണ് പൊതുദർശന ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 10 മിനിറ്റ് മുമ്പാണ് മൃതദേഹം ഇവിടേക്ക് എത്തിച്ചത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ 100 കണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി, ഷഹബാസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇവിടേക്ക് എത്തുന്നത്. കാരണം വീട്ടിൽ സ്ഥലപരിമിതി, സമയപരിമിതിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൊതുദർശനം അർപ്പിക്കേണ്ട ആളുകൾ, കൂട്ടുകാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഈ കിടവൂർ മദ്രസയിലേക്ക് എത്തണമെന്നായിരുന്നു നേരത്തെ നൽകിയ അറിയിപ്പ്. അതുപ്രകാരമാണ് കൂടുതൽ ആളുകൾ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആളുകൾക്ക് ഷഹബാസിന്റെ മരണം ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. കാരണം അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിലൊരു സംഭവം ഇവിടേക്ക് എത്തിയത്. അതുകൊണ്ട് ഈ മരണവിവരം അവർക്ക്, നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ വിശ്വസിക്കാനാവുന്നില്ല. പലരും വിങ്ങിപ്പൊട്ടി നിറകണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്നും പുറത്തേക്ക് പോകുന്നത്. അത് കൂട്ടുകാരാണ്, അവൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കാണ് അത്
ഏറ്റവും സഹിക്കാനാവാത്തത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ സമയം ഇനി പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാവില്ല. കാരണം വേഗത്തിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കണമെന്നാണ് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷം സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് നിലവിൽ ആലോചിക്കുന്നത്. മയ്യത്ത് നിസ്കാരത്തിന് ശേഷം 10 മിനിറ്റ് മുമ്പെയാണ് മൃതദേഹം ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇവിടെ തന്നെ, അതായത് കിടവൂർ ജുമാ മസ്ജിദിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകളും നടക്കാൻ പോകുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ ഹാളിൻ്റെ അകത്ത്, മദ്രസയിലെ ഹാളിൻ്റെ അകത്ത് നൂറുകണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിൽക്കുന്നു. പുറത്തേക്ക് ടൗണിലേക്ക് ഉൾപ്പെടെ ആ വരി, അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ആളുകളുടെ വരി നീണ്ടുപോയിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ മദ്രസയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറെക്കാലമായി പഠിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഈ മദ്രസ എന്ന് പറയുന്നത്. ഇന്ന് ശനിയാഴ്ചയാണ്. 2 ദിവസം കഴിഞ്ഞാൽ SSLC പരീക്ഷ എഴുതാൻ പോകേണ്ട ആളാണ് ഇത്തരത്തിൽ മരണത്തിന് കീഴടങ്ങി ഈ ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നത്. അതാണ് കൂട്ടുകാർക്ക് പലപ്പോഴും താങ്ങാനാവാത്ത ഒരു കാഴ്ചയായി മാറുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഷഹബാസിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. വീട്ടിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ നേരം പൊതുദർശനം ഉണ്ടായിരുന്നില്ല. ബന്ധുക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും മാത്രമായിരുന്നു അവിടെ പൊതുദർശനം അവസാനമായി ഷഹബാസിനെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തത്. ഇപ്പോഴെന്തായാലും പൊതുദർശന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പരമാവധി 5 മണിയോടുകൂടി തന്നെ ഖബറടക്കം നടക്കുമെന്ന വിവരം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്നും പങ്കുവയ്ക്കാനുള്ളത്. പ്രവിത. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം മിഥില ബാലൻ മദ്രസയ്ക്ക് പുറത്തുമുണ്ട്. അല്പസമയത്തിനകം തന്നെ, ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. മതപരമായ ചടങ്ങുകളാണ്. ഖബറടക്കം നടക്കാനുള്ള സമയമാകുന്നു. അപ്പോൾ അത് കൃത്യസമയത്ത് തന്നെ അത് ഉണ്ടാകും. 4:30 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 4:30 ആകാറായിരിക്കുന്നു. നിരവധി പേർ അവിടെയും ആ കുഞ്ഞിനെ കാണാൻ, ചലനമറ്റ ശരീരം ഒരിക്കൽ കൂടി കാണാൻ, അവസാനമായി ഒന്ന് കാണാനായി ഒരുപാട് സുഹൃത്തുക്കൾ എത്തിയിരുന്നു. ആ സുഹൃത്തുക്കളുടെ കരൾ നുറുങ്ങുന്ന കരച്ചിൽ അത് കണ്ടിട്ട് മിഥില ബാലന് യഥാർത്ഥത്തിൽ എന്താണ് പറയേണ്ടതെന്നറിയാതെ വാക്കുകൾക്ക് വേണ്ടി പരതുകയായിരുന്നു നമ്മുടെ റിപ്പോർട്ടേഴ്സ് എല്ലാവരും തന്നെ. അപ്പോൾ അതുപോലെയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർ, അത് പരിചയക്കാർ മാത്രമല്ല, അയൽവാസികൾ മാത്രമല്ല, ആ നാട് മുഴുവൻ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏകദേശം പൊതുദർശനത്തിനുള്ള സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ സുരേഷും മിഥില ബാലനും ഉണ്ട് അവിടെ നിന്ന് വിവരങ്ങളുമായി. കിടവൂർ മദ്രസയിലാണ് ഇപ്പോൾ പൊതുദർശനം നടക്കുന്നത്. അവിടുത്തെ ഖബറിസ്ഥാനിലാണ് ചടങ്ങുകൾ നടക്കുക, ഖബറടക്കം നടക്കുക. രാഹുൽ നേരത്തെ കണ്ട ആ ദൃശ്യങ്ങൾ, അത് കരച്ചിൽ നിർത്താനാകാത്ത ആ കൂട്ടുകാരെല്ലാവരും, അത് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം തന്നെ, ആ ദൃശ്യങ്ങൾ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. അത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അത്രയും സ്നേഹത്തോടെ കഴിഞ്ഞ കുട്ടികളാണ്. ഇനി അവൻ അവർക്കൊപ്പം ഇല്ല എന്നുള്ള ഒരു വേദന, അതോടൊപ്പം തന്നെ ഈ ചലനമറ്റ ശരീരം കാണേണ്ടി വരുന്നതിൻ്റെ ആ ഒരു വേദന എല്ലാം അവരുടെ കരച്ചിലുണ്ട്. അവരെ ആശ്വസിപ്പിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. രാഹുൽ ആ ദൃശ്യങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് കാണുകയാണല്ലേ, കണ്ടതാണ്. അതേ സ്മിത, അതായത് വാക്കുകൾക്ക് അതീതമാണ്. നമുക്കതൊന്നും ഇവരെ, ഈ കൂട്ടുകാരെ, ഷഹബാസിൻ്റെ കൂട്ടുകാരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പലർക്കും അറിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പം മുമ്പ് ഞാനിപ്പോൾ നേരിട്ട് കണ്ടതാണ്. കൂട്ടുകാർ പറഞ്ഞത്, ഷഹബാസിനെ അവർ കൊന്നടാ, അങ്ങനെ നിലവിളിച്ചുകൊണ്ടാണ് പലരും ഈ ഹാളിൽ നിന്നും പൊതുദർശനം അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷം ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത്. അവരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം അവരുടെ കൂടെ വർഷങ്ങളായി ഒന്നിച്ച് പഠിക്കുന്ന കൂട്ടുകാരാണ്, കളിക്കൂട്ടുകാരാണ്. അങ്ങനെ എല്ലാമായ ഒരാളാണ് ചേതനയറ്റ ശരീരമായി ഇവിടെ കിടക്കുന്നത്. അതും ചെറിയൊരു കാര്യത്തിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അക്രമം ഉണ്ടാവുകയും അവസാനം തല്ലിച്ചതച്ച ശേഷം ഇത്തരത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. അത് അവർക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഇവിടെ എത്തുന്നത് സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും തന്നെയാണ്. പരമാവധി വേഗത്തിൽ പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം പോകാനാണ്, സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് നിലവിൽ ആലോചിക്കുന്നത്.